ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ പള്ളികൂദാശക്കാലം 4-ാമത്തെ ആഴ്ചയിലാണ്. ഈ 4-ാമത്തെ ആഴ്ചയോട് കൂടിയിട്ട് പള്ളികൂദാശക്കാലം അവസാനിച്ച് പിന്നീട് നമ്മൾ മംഗളവാർത്താ കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. വീണ്ടും നമ്മൾ ഈ ആരാധനക്രമവർഷം ആദ്യം മുതൽ ആരംഭിക്കുന്നു. നമുക്കറിയാം, മംഗളവാർത്താ കാലം ആരംഭിക്കുന്നതോടുകൂടി നമ്മൾ വിശുദ്ധ കുർബാനയിൽ 2-ാമത്തെ അനാഫ്ര, മാർ തെയ്ദോറിൻ്റെ അനാഫ്രയാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണത്? ആ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് മനസ്സിലാകും. സഭ മുന്നോട്ട് പോകുമ്പോൾ ആദ്യകാലത്തെ സഭയിൽ നമുക്കറിയാം, കർത്താവിൻ്റെ ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ട് ഉള്ളവരായിരുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ കഴിഞ്ഞു പോയി. ആ കാലഘട്ടത്തിൽ ആദ്യകാലത്തുണ്ടായ അനാഫ്രയാണ് മാർ അദ്ദായുടെയും മാർ മാറിയുടെയും എന്ന് പറയുന്നത്. നമ്മളതാണ് സാധാരണ ഉപയോഗിച്ചിരുന്നത്. ഈ 2-ാമത്തെ അനാഫ്ര വരുമ്പോഴേക്കും സഭയുടെ ഒരു 2-ാമത്തെ ഘട്ടമായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. അതിനകത്ത് നിങ്ങൾ ആ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സഭയെ സമാധാനത്തിലൊക്കെ സംരക്ഷിക്കണം, അതുപോലെ പുരോഹിതരും ഭരണാധികാരികളുമൊക്കെ തമ്മിൽ സൗഹാർദ്ദയിൽ പോകണം, യുദ്ധപ്രിയരായിട്ടുള്ള ജനങ്ങളെ ചിതറി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ സഭയിൽ തന്നെ വഴക്കുകളുമെല്ലാം ഉത്ഭവിക്കാൻ തുടങ്ങി. ആ സമയത്ത് രചിക്കപ്പെട്ട ഒരു അനാഫ്രയാണത്. ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് അങ്ങനെ സഭയിൽ സമാധാനവും ശാന്തിയുമെല്ലാം പുലർത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ സഭയും രാഷ്ട്രവുമായിട്ട് ശാന്തതയിൽ, സമാധാനത്തിൽ, സ്നേഹത്തിൽ, സൗഹാർദ്ദത്തിലൊക്കെ പോകാനുള്ള കൃപയാകണമെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, ഈ 2-ാമത്തെ അനാഫ്രയിൽ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഭയെ പ്രത്യേകമായിട്ട് ഓർക്കുക. കാരണം സഭയിൽ വഴക്കുകൾ വർദ്ധിക്കുന്നു, പരസ്പരമുള്ള സ്നേഹമില്ലായ്മ, ആക്രോശിക്കലെല്ലാം വർദ്ധിക്കുന്നു. ഈ സഭയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ 2-ാമത്തെ അനാഫ്രയോട് കൂടിയിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുക, നമ്മുടെ സഭയെ സമർപ്പിക്കുക. നമുക്ക് ഈ പള്ളികൂദാശക്കാലത്തിൻ്റെ ഈ അവസാന കാലത്തെ അവസാന ആഴ്ചയിലെ വിചിന്തനങ്ങൾ, ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ് 1-ാമത്തെ വായന. അവിടെ ഈ രാജാക്കന്മാരെ തോൽപ്പിച്ച് മടങ്ങി വരുന്ന അബ്രാഹാമിനെ എതിരേൽക്കാനായിട്ട് സോദോം രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന താഴ്വരയിലേക്ക് ചെന്നു. ശാലേം രാജാവായ മെൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നവൻ അബ്രാഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിൻ്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം അനുഗ്രഹീതൻ. അബ്രാഹാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു. അതായത് ഈ കഥ, ഈ മെൽക്കീസേദെക്കിൻ്റെ കാര്യം പറയുമ്പോൾ, മെൽക്കീസേദെക്ക് ആരാണ്? അവിടെ ശാലേം എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ രാജാവ് എന്ന് പറയുന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനാണ് എന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇതിനൊന്നൊരു വിശദീകരണം ഒരിടത്തും കിട്ടുന്നില്ല. ആരാണ് മെൽക്കീസേദെക്ക്? പിന്നീട് എബ്രായ ലേഖനത്തെക്കുറിച്ച് അതിൽ പറയുമ്പോൾ ഈശോയെ ഈ മെൽക്കീസേദെക്കിനെ മായിട്ട് ബന്ധപ്പെടുത്തി ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. അതായത് ഈ ശാലേം രാജാവായ മെൽക്കീസേദെക്ക് ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ, പുരോഹിതനായി തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ ഈശോ മഹാപുരോഹിതനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. എങ്ങനെ? ഈശോയുടെ ജനനം ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നാണ്, ലേവിയുടെ ഗോത്രമല്ലത്. അതുകൊണ്ട് തന്നെ യൂദായുടെ ഗോത്രത്തിൽ നിന്നാണ് ഈശോ വരുന്നത്. യഥാർത്ഥത്തിൽ പുരോഹിതന്മാർ പഴയ നിയമത്തിലുണ്ടായിരുന്നത് ലേവിയുടെ ഗോത്രത്തിൽ നിന്നാണ്, അഹ്റോൻ്റെ കുടുംബത്തിൽ നിന്ന്. അങ്ങനെ അല്ലാത്ത ഒരാൾ ഇവിടെ പുരോഹിതനായിട്ട് വരുന്നു, മഹാപുരോഹിതനായിട്ട് വരുന്നു. ഇവിടെ ഈ മെൽക്കീസേദെക്കിനെ പോലെ തന്നെ അവൻ എവിടെ നിന്നാണ് വരുന്ന ആർക്കും അറിഞ്ഞുകൂടെ. ഇതുപോലെ ഈശോയുടെ പൗരോഹിത്യം എന്ന് പറയുന്നത് കേവലം നമ്മുടെ, അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസെൻഡൻസ്, അവരുടെ പൂർവികരിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ആ കുലത്തിന് കിട്ടിയത് മാത്രമല്ല. ഈശോയുടെ പൗരോഹിത്യം അവിടെ നിന്നല്ല. ഈശോയുടെ പൗരോഹിത്യം എന്ന് പറയുന്നത് ആ ദൈവം എന്ന നിലയിലുള്ളതാണ്. അതായത് ഈ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ നിൽക്കുന്ന ഒരു പാലമാണ് അവൻ. നമ്മൾ ഈ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ അർത്ഥം എന്താക്കുന്നത്? അത് എന്തോ ഒരു പ്രത്യേക വസ്തു നമ്മുടെ മേൽ പതിച്ച പോലെ പലപ്പോഴും നമുക്ക് തോന്നുക. അതൊരു ദൗത്യമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. ആ ദൗത്യം എന്താണ്? ആ ദൗത്യം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു പാലം എന്നപോലെ നമ്മൾ നിരന്തരമായിട്ട് അങ്ങനെ ആയിരിക്കുക, വർത്തിക്കുക. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയെക്കുറിച്ച് ലത്തീൻ ഭാഷയിൽ പറയുന്നത് സുമൂസ് പൊന്തിഫെക്സ് മാക്സിമൂസ് എന്നൊക്കെയാണ്. അതായത് ഈ പാലം പണി, ഏറ്റവും വലിയ പാലം പണിക്കാരൻ എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ
കർത്താവ് എന്ന് പറയുന്നത് ദൈവവുമായിട്ട് മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന പാലമാണ്. അപ്പോൾ ഇവിടെ ഈ മെൽക്കീസേദെക്കിന് അബ്രാഹാം വന്ന് ദശാംശം കൊടുക്കുകയാണ്. ദശാംശം സാധാരണ ആർക്കാണ് കൊടുക്കുന്നത്? ദൈവത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പുരോഹിതൻ എന്ന നിലയിൽ ഇവനെ മാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈശോയും ഏതാണ്ട് ഇതുപോലെ തന്നെ ഒരു ഗോത്രത്തിൽ നിന്നല്ല വരുന്നത്, അങ്ങനെയൊക്കെ പറയുമെങ്കിൽ പോലും, പക്ഷേ എവിടുന്നോ, അതായത് അവൻ്റെ പൗരോഹിത്യത്തിന് ഈ ഭൂമിയിൽ ഉത്ഭവമില്ല, അല്ലെങ്കിൽ അങ്ങനെ ആരിൽ നിന്നുമല്ല അവൻ്റെ പൗരോഹിത്യം കിട്ടുന്നതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ചുരുക്കത്തിൽ ഇവിടെ ഇങ്ങനെ ഈ അബ്രാഹത്തോട് ഈ രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്. സോദോം രാജാവ്, അത് ശാലേം രാജാവായ മെൽക്കീസേദെക്കല്ല, അബ്രാഹത്തോട് പറയുന്നു, ആളുകളെ എനിക്ക് വിട്ടുതരിക, സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. അബ്രാഹം സോദോം രാജാവിനോട് പറഞ്ഞു. കാരണം ഈ സോദോം രാജാവിനെയാണ്, ആ രാജാവിൻ്റെ ആളുകളെയാണ് അബ്രാഹം പോയിട്ട് രക്ഷിച്ചു കൊണ്ടുവരുന്നത്. ആളുകളെ എനിക്ക് വിട്ടുതരിക, സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. അബ്രാഹം സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു, നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല. ഞാൻ അബ്രാഹമിനെ സമ്പന്നനാക്കിയെന്ന് നിങ്ങൾ പറയരുതല്ലോ. യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടൂ. അങ്ങനെ അബ്രാഹം താൻ യുദ്ധം ജയിച്ചു വന്നെങ്കിലും യുദ്ധത്തിൽ കിട്ടിയ ഒന്നും തന്നെ അവൻ എടുക്കുന്നില്ല, കഷ്ടിച്ച് കൂടെ പോയവരുടെ പങ്ക് മാത്രം. അങ്ങനെ അബ്രാഹം ആ മെൽക്കീസേദെക്കിനെ കണ്ടുമുട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇവിടെ വായിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മെൽക്കീസേദെക്കിനെ കുറിച്ച് പറയുമ്പോൾ അവന് യഥാർത്ഥത്തിൽ അബ്രാഹം ദശാംശം കൊടുത്ത്, പിന്നീട് കർത്താവ് ഇതുപോലെ തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അബ്രാഹം അന്ന് ഈശോയ്ക്ക് ദൈവത്തിന് ദശാംശം കൊടുത്തതുപോലെയാണ് എന്ന് പിന്നീട് എബ്രായ ലേഖനകാരൻ പറയും. അതിലൂടെയൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? ഈശോയ്ക്ക് ഒരു ഉത്ഭവമില്ല, അവൻ ദൈവം തന്നെയാണ്, അവൻ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അവൻ അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവൻ ദൈവം ചെയ്യുന്നത് പോലെയാണ്, അവനിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഇത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം ഒരു കഥാപാത്രത്തെ ഇവിടെ അവതരിപ്പിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ നിന്നാണ് 2-ാമത്തെ വായന, 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു, ഇതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ്റെ മിഴികൾ തീനാളം പോലെ, അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവൻ ആലേഖനം ചെയ്യപ്പെട്ടൊരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ളൊരു വാൾ പുറപ്പെടുന്നു, സർവ്വജനതകളുടെയും മേലത് പതിക്കും. ഇരുമ്പത് കണ്ടുകൊണ്ട് അവൻ അവരെ ഭരിക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിന് മുന്തിരിച്ചക്കവൻ ചവിട്ടുകയും ചെയ്യും. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും സൃഷ്ടിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈ പറയുന്നത്. കർത്താവിൻ്റെ 2-ാമത്തെ വരവിനെയൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ യോഹന്നാന് കിട്ടുന്ന ഒരു വെളിപാടാണ്, ഒരു ദർശനമാണ്. സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അത് ഈശോ തന്നെയാണ്. ഈശോയാണ് ആ കുതിരയുടെ പുറത്ത് വരുന്നത്. അവൻ വിശ്വസ്തനാണ്, അവൻ സത്യവാനാണ്. ഈശോ തന്നെ പറഞ്ഞു, ഞാനാണ് സത്യം, വഴി, മാർഗ്ഗം, എല്ലാം ഞാൻ തന്നെയാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ്. അതുകൊണ്ട് ഈ കുതിരപ്പുറത്തിരിക്കുന്നവൻ ആ പറഞ്ഞവൻ തന്നെയാണ്. അവൻ വിശ്വസ്തനാണ്, അവൻ തൻ്റെ ദൗത്യത്തോട് വിശ്വസ്ത കാണിക്കുന്നവനാണ്. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ നീതിയോടെ വിധിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത്, ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് വേണ്ടിയിട്ടാണ്, വിശുദ്ധിയിലും നീതിയിലും ഈ ലോകത്തെ ഭരിക്കാനും ഹൃദയപരമാർത്ഥത്തോട് കൂടിയിട്ട് വിധികൾ പ്രസ്താവിക്കാനുമാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നുവോ, പെട്ടിരിക്കുന്നുവോ, അതനുസരിച്ച് അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ്റെ മിഴികൾ തീനാളം പോലെയാണ്, അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. പല തലയുണ്ട്, അല്ലെ ഒരു തലയിൽ പല കിരീടങ്ങൾ എങ്ങനെയാണ് വരിക? സർവ്വമഹത്വം അവനുണ്ടെന്നർത്ഥം, വേറൊന്നുമില്ല. ഈ വെളിപാട് പുസ്തകത്തിൽ പലപ്പോഴും ഇങ്ങനെ അതിൻ്റെ പാരമ്യം കാണിക്കാൻ വേണ്ടി, ദുഷ്ടതയുടെ ആയാലും അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ ആയാലും പാരമ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയും. അവന് സിംഹത്തിൻ്റെ തല, അല്ലെ നാക്ക്, പല്ല്, പിന്നെ എന്താണ് ആനയുടെ പോലെ ശരീരം, ഇങ്ങനെയൊക്കെ പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. അവൻ അതേ ക്രൂരനായൊരു മനുഷ്യൻ. ഇതുപോലെ തന്നെ അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം സർവ്വമഹത്വത്തിൻ്റെയും ഉടമയെന്നർത്ഥം. അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്, അത് മറ്റാർക്കും, അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ.
ആലേഖനം ചെയ്യപ്പെട്ടൊരു നാമം. അതെന്തായിരിക്കാം? അവൻ ദൈവപുത്രനാണ്. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ദൈവവചനം എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നെയാണത്. ദൈവത്തിൻ്റെ ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അവൻ ദൈവം തന്നെയായിരുന്നു. അതുകൊണ്ട് അവൻ ആലേഖനം ചെയ്യപ്പെട്ടൊരു നാമമുണ്ട്. അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ്റെ നാമം ദൈവവചനം എന്നതാണ്. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി. എന്താണ് ഈ രക്തമെന്ന് പറയുന്നത്? രക്തമെന്ന് പറയുമ്പോൾ അത് ജീവനാണ്. അവൻ മേലങ്കി അണിയുക എന്ന് പറഞ്ഞാൽ, രക്തത്തിൽ മുക്കിയ മേലങ്കി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ജീവനാണ് അവൻ അണിഞ്ഞിരിക്കുന്നത്. അവൻ ദൈവത്തിൻ്റെ ജീവനാണ്. അവൻ ദൈവം തന്നെയാണല്ലോ. അതുകൊണ്ട് ഇവൻ ധരിച്ചിരിക്കുന്ന ഈ മേലങ്കി ദൈവത്തിൻ്റെ ജീവനാണത്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇസ്രായേൽക്കാർ ഈ രക്തം വാർന്നു പോകാതെ ഇറച്ചി കഴിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നതാണത്. ഈ രക്തം എന്ന് പറയുന്നത്, അതിലാണ് ജീവൻ ഇരിക്കുന്നത്. ജീവൻ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് നിങ്ങൾ രക്തം ചൊരിയരുത്, അല്ലെങ്കിൽ രക്തം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ രക്തത്തിൽ മുക്കി എന്ന് പറയുമ്പോൾ ഇവൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം മുഴുവൻ ജീവനാണ്. ഇവൻ തന്നെ ജീവനാണ്. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്നിട്ട് പറയുകയാണ്. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ഈ കർത്താവ് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നതാണ് ഒരിക്കൽ കൂടിയിട്ട്. സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അപ്പോൾ സ്വർഗീയ സൈന്യങ്ങൾ, ആ സ്വർഗത്തിലുള്ള സകലരും നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രം. നിർമ്മലവും ധവളം എന്ന് പറഞ്ഞാൽ വെള്ള. നിർമ്മലം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കറയും ചെളിയൊന്നും ഇല്ലാത്തത്. അങ്ങനെ അതുപോലെ മൃദുലം, നല്ല സിൽക്ക് പോലത്തെ വസ്ത്രങ്ങൾ. ഇതണിഞ്ഞിരിക്കുന്നവർ വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. വെള്ള വിശുദ്ധിയുടെ അടയാളമാണ്. അങ്ങനെ ഈ വിശുദ്ധരായ മനുഷ്യർ, ഈ ലോകത്തിൽ ജീവിച്ചവർ, സ്വർഗത്തിലുള്ളവരെല്ലാവരും അവനെ അനുഗമിക്കുന്നു. ഈ ലോകാവസാനത്തിൽ രണ്ടാമത്തെ വരവിൽ ഇങ്ങനെയുള്ളൊരു കാഴ്ചയാണെന്നാണ് പറയുന്നത്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ളൊരു വാൾ പുറപ്പെടുന്നു. അത് പൗലോസ്ലീഹ പറയുമല്ലോ, നമ്മൾ ഈ കർത്താവിൻ്റെ വാളാണ്, അല്ലെങ്കിൽ വചനമാകുന്ന വാളാണ് നമ്മൾ ധരിക്കേണ്ടത്. ഈ വാളുകൊണ്ടാണ് നമ്മൾ ആളുകളെ കൊല്ലേണ്ടത്. അതായത് കൊല്ലുക എന്ന് പറഞ്ഞാൽ അവരെ മാനസാന്തരപ്പെടുത്തി എടുക്കുക എന്നർത്ഥം. കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുക മാത്രമല്ല, ജീവിക്കണം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറയുന്നത് മാത്രമേ ഉള്ളൂ, ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല, ഇത് പറയണമെങ്കിൽ നമ്മൾ പഠിക്കണ്ടേ ഈ വചനം മുഴുവൻ. കർത്താവ് എന്ത് പറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് തന്നെ വചനമാണെങ്കിൽ ആ കർത്താവിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണ്ടേ. അതെങ്ങനെയാണ്? ഈ എഴുതപ്പെട്ട വചനത്തിലൂടെ മാത്രമല്ല, അവനെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയണം. അങ്ങനെ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ളൊരു വാൾ പുറപ്പെടുന്നു. സർവ്വജനതകളുടെയും മേൽ അത് പതിക്കും. ഇരുമ്പ് തെണ്ടുകൊണ്ട് അവൻ അവരെ ഭരിക്കും. അപ്പോൾ സർവ്വജനതകളുടെയും മേൽ അത് പതിക്കും. എല്ലാ ജനതകളുടെയും മേൽ നമ്മളാ പതിപ്പിക്കേണ്ടത്. അതിനാണ് നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ അന്ത്യം വരെ പോകണം. മത്തായിയുടെ സുവിശേഷം 28:20 പറയുന്നതാണ്. നിങ്ങൾ ലോകത്തിൻ്റെ അന്ത്യം വരെ പോയിട്ടോ ഞാൻ നിങ്ങളോട് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാവരെയും പഠിപ്പിക്കണം. അങ്ങനെയാണ് സർവ്വജനതകളുടെ മേൽ അത് പതിക്കുന്നത്. ഇരുമ്പ് തെണ്ടുകൊണ്ട് അവരെ ഭരിക്കും. ഇരുമ്പെന്ന് പറഞ്ഞാൽ അധികാരമാണ്, അധികാരത്തിൻ്റെ പൂർണ്ണത. അതുപോലെ കഠിനമായിട്ടെന്ന് പറഞ്ഞാൽ അത്രയും കടുപ്പമുള്ളതാണ് അവൻ്റെ അധികാരം. അത് ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ല എന്നർത്ഥം. സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. ക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് എന്ന് പറയുന്നത് എന്താണ്? മുന്തിരി ഇങ്ങനെ ചവിട്ടിയിട്ടാണ് അതൊക്കെ അതിൻ്റെ നീര് ഊറ്റിയെടുക്കുക. ഇതുപോലെ ക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടെന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ അവൻ്റെ ക്രോധം ഈ ഇങ്ങനെയൊക്കെ ജീവിക്കാത്തവരുടെ മേൽ ഉണ്ടാകുമെന്നർത്ഥം. ഇരുമ്പ് തെണ്ടുകൊണ്ട് അവരെ ഭരിക്കും. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. ഈ രക്തത്തിൽ മുക്കിയ മേലങ്കി, അതിന് ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. അത് ഈശോ തന്നെയാണത്. ഈശോയോട് പീലാത്തോസ് ചോദിച്ചു, നീ രാജാവാണ്? നീ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇതെല്ലാം. ഞാൻ തന്നെയാണ് എന്ന് ഈശോ പറയും. പക്ഷേ ഈ ലോകത്തിൻ്റെ എല്ലാം നടത്തും. അതുകൊണ്ട് അവനൊരു നാമമുണ്ട്. അവൻ ഈ രാജാക്കന്മാരുടെ, ഈ ഭൂമിയിലുള്ള സകല രാജാക്കന്മാരുടെയും രാജാവാണ്. പണ്ട് പേർഷ്യൻ ചക്രവർത്തിയിലെ രാജാവിനെ വിളിച്ചിരുന്നത് ഷാ ഇൻ ഷാ എന്നാണ്. ഷാ ഇൻ ഷാ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ രാജാവ്. പണ്ട് അങ്ങനെയാണ് വിളിച്ചിരുന്നത്, മഹാരാജാവ്. പക്ഷേ ഈ ഭൂമിയിലുള്ളതൊന്നും മഹാരാജാവുമല്ല, രാജാക്കന്മാരുടെ രാജാവുമല്ല. പ്രത്യുത ഈ പറയുന്ന കർത്താവാണ് യഥാർത്ഥത്തിൽ രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് നമുക്ക് മനസ്സിലായെങ്കിലേ ഈ രണ്ടാമത്തെ വരവിൽ അവിടത്തോടൊപ്പം ആയിരിക്കാൻ കഴിയുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം
18 അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. പീലാത്തോസ് വീണ്ടും പ്രത്തോരത്തിൽ പ്രവേശിച്ച് ഈശോയെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? ഈശോ പ്രതിപദിച്ചു, നീ ഇത് സ്വയമേ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ, നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. എന്നിട്ട് പറയുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പോൾ പീലാത്തോസിനോട് പറഞ്ഞതാണ്, ഞാൻ രാജാവാണ്, പക്ഷേ ഈ ലോകത്തിലെ രാജാവല്ല. വെളിപാട് പുസ്തകം പറയുന്നത് പോലെ ഞാൻ രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമാകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ പള്ളികൂദാശക്കാലത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഓർക്കാം, കർത്താവിനെ കണ്ടുമുട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്രകാരം രക്തത്തിൽ മുക്കിയ ജീവൻ തന്നെയായ അങ്കി അണിഞ്ഞ അവനെ നമ്മൾ സ്വീകരിക്കണം. അവൻ്റെ നാവിലൂടെ വരുന്ന, അല്ലെങ്കിൽ അവനാകുന്ന ആ വചനത്തെ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണം, ബുദ്ധിയിലും മനസ്സിലുമെല്ലാം. അതുപോലെ തന്നെ ഈ ലോകത്തിലെ രാജ്യമല്ല നമ്മുടെ രാജ്യമെന്ന് മനസ്സിലാക്കണം. ഈ ലോകത്തിലെ എല്ലാം എനിക്ക് കിട്ടിയാൽ മാത്രമേ മതിയാകൂ എന്ന ചിന്തയിൽ നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഈ ലോകത്തിലെ എല്ലാം കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് നമ്മൾ വിലപിക്കേണ്ട കാര്യവുമില്ല. ഈശോ പറയുകയാണ്, ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. അപ്പോൾ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകാനാണ്. ആ സത്യമെന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. നമുക്ക് ഓർക്കാം, നമ്മൾ ഇപ്രകാരം കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളായിരിക്കുന്നത് ഈ സത്യത്തിന് സാക്ഷ്യം നൽകാനാണ്. ജീവനും വഴിയും സത്യവുമായ ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ നമ്മുടെ വചനത്തിലൂടെ, പ്രവൃത്തിയിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.